നമ്മുടെ ലൈഫിലേക്ക് കയറി വരുന്ന ഓരോ ആൾക്കും നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ സംഭവത്തിനും എല്ലാത്തിനും അതിൻ്റേതായ പേർപ്പസ് ഉണ്ട് എന്നാണ് പറയാം. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതലുള്ളത് അക്ഷയ് പ്രകാശനാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുകയാണ്. കുറച്ചധികം കാലമായിട്ട് എപ്പിസോഡൊന്നും ഇല്ല എന്നൊക്കെ അറിയാം. ഓക്കെ, എന്താണ് 3 മാസം കണ്ടായി ഞാൻ എപ്പോഴും വന്നിട്ട് ഇതേ കാര്യമാണ് നിങ്ങളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണേ. അയ്യോ സോറി, എപ്പിസോഡ് ഇട്ടിട്ടില്ല, കുറച്ചധികം കാലമായി എന്നറിയാം. ഇനി ശരിയാവും എന്നൊക്കെ. ഓക്കെ, എന്തായാലും ഐ വിൽ ഡൂ മൈ ബെസ്റ്റ്. ഓക്കെ, സോ എന്തായാലും നമ്മുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ നമ്മൾ പണ്ട് കേട്ട അല്ലെങ്കിൽ പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു സേയിങ് ഉണ്ട്, സംഭവിച്ചതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് പലരും നമ്മളുടെ അടുത്ത് പറയുന്ന സമയത്ത് നമുക്കൊക്കെ തോന്നാറുണ്ട് എല്ലാം നല്ലതിന് തന്നെയാണോ എന്നുള്ളത്. ഇത്രയും വിഷമങ്ങളും നഷ്ടങ്ങളൊക്കെ നല്ലതിനൊക്കെ ആണോ എന്നൊക്കെ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് പോകണ്ട. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ നമുക്ക് സങ്കടം ഉണ്ടായ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാവില്ലേ, അതൊന്ന് എടുത്ത് നോക്കിയേ. ആ ഒരു സമയത്ത് നമ്മൾ എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. എന്നിട്ടിപ്പോഴും എല്ലാം ശരിയായില്ലേ, ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. എന്ത് ഇൻറ്റൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും എന്ത് കാര്യമായിക്കോട്ടെ, നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന വിഷമങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ പതിയെ ഇല്ലാണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാനും നമ്മളെ കുറച്ചുകൂടെ ലൈഫിനെ മനസ്സിലാക്കിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യൂ എന്നതാണ്. നമ്മൾ സന്തോഷം വരുമ്പോൾ ഒരുപാട് സന്തോഷിക്കുകയും സങ്കടങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സന്തോഷം വരുന്ന സമയത്ത് അത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു രീതി ഉണ്ടാവും. അങ്ങനെയല്ല നമ്മൾ പലപ്പോഴും സങ്കടങ്ങൾ എടുക്കാറുള്ളത് എന്നുള്ളതാണ്. സങ്കടങ്ങൾ നമുക്ക് പലപ്പോഴും വലിയൊരു സ്റ്റക്ക് ഉണ്ടാക്കാറുണ്ട് നമ്മുടെ ലൈഫിൽ. നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാൻ സമ്മതിക്കാതെ നമ്മൾ പിടിച്ചു നിർത്താറുണ്ട്. ശരിക്കും ഈ സങ്കടങ്ങളെ നമ്മൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാണണ്ടേ. ഈ സങ്കടം വരുന്ന സമയത്ത് നമ്മൾ പിടിച്ചു നിർത്താനാവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഭയങ്കര സത്യമുള്ള കാര്യമാണ്. ഇതിന് പല സൈക്കോളജിസ്റ്റും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈവൻ ഞാനും യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. നമ്മൾ നല്ല പോലെ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് കരച്ചിലൊക്കെ വരുന്ന സമയത്ത് ബെഡിൽ നിന്ന് മെല്ലെ എണീറ്റ് നിലത്ത് കിടക്കുക എന്നുള്ളത്, ഫ്ലോറിൽ കിടക്കുന്നത് നമ്മളെ ബോഡീനെ കുറച്ചുകൂടെ ഓക്കെ ആക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാലും എനിക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ, അതുണ്ടാക്കിയ തോട്ട്സൊക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറാനായിട്ട്, അതിൽ നിന്നൊക്കെ റിലീസ് ആവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഈ ഫ്ലോറിൽ കിടക്കുന്നത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഇന്നർ സെൽഫുമായിട്ട് നമുക്ക് കൂടുതൽ കണക്റ്റ് ആവാനുള്ള സ്പേസൊക്കെ അവിടെ തുറന്ന് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഈ മൊബിലിറ്റി ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്ലോറിൽ കിടക്കുന്ന അത്ര നല്ലൊരു കാര്യമല്ല. അതുപോലെ തന്നെ അലർജീസൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ലൈഫിൽ നടന്ന ഓരോ ഇൻസിഡൻസിനും അല്ലെങ്കിൽ ഓരോ ഈവൻസിനും പിന്നിലുള്ള പേർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീസണെ കുറിച്ചായിരുന്നല്ലോ. ഫസ്റ്റ് തിങ്, നമ്മൾ സംസാരിച്ച പോലെ ഓരോ ഇൻസിഡൻസും നമ്മുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും എന്നതാണ്. നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും, അതിനുള്ള സ്പേസ് ഉണ്ടാവും എന്നുള്ളത്. നമ്മുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ എന്നുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പല ആളുകളും നമ്മളെ വിട്ട് പോയിട്ടുണ്ടാവും. അവരൊക്കെ പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ടാവും, ഒരുപാട് നമ്മളെ തന്നെ മനസ്സിലാക്കാനായിട്ട് പലരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്കിതല്ല പ്രിയപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയ ചില ആളുകളും ഉണ്ട് എന്നുള്ളത്. ഈവൻ അവർ പോയ ശേഷമാണെങ്കിൽ പോലും നമ്മൾക്ക് ഒരുപാട് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള സ്പേസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ തെറ്റുകൾ എന്തായിരുന്നു എന്നും അല്ലെങ്കിൽ നമ്മുടെ നല്ല വശങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ചിലപ്പോൾ ചില ആളുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ആണ് എന്നുള്ളതാണ്. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കതിനുള്ള സമയമോ അല്ലെങ്കിൽ വേണ്ടതിൽ അതൊന്ന് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാനുള്ള അതിനുള്ള തോട്ടൊന്നും നമുക്കിടയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ പതിയെ അതൊക്കെ കഴിഞ്ഞ് ലൈഫിലേക്ക് തിരികെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരണേ, ഓക്കെ ഇതൊന്നും അല്ല, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ. മനുഷ്യരുടെ കേസായി കഴിഞ്ഞാലും നമുക്കുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായാലും ഇവിടെ തന്നെ കറങ്ങി തിരിഞ്ഞ് പോയി കഴിഞ്ഞാലും അത് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും എന്നുള്ളതാണ്. എത്ര അകലെ പോകാനായിട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ വീട് എത്ര ഇമ്പോർട്ടൻ്റ് ആണല്ലേ, അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മളായി കാണുന്ന നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമ്മളെ ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വിട്ടു പോകത്തില്ല എന്നുള്ളത്. ആൻഡ് അതുപോലൊരു കാര്യമാണ് സംഭവിക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളത്.
നമ്മൾ എന്ത് വിചാരിച്ചു കഴിഞ്ഞാലും ചില കാര്യങ്ങൾ അത് നടക്കേണ്ട പോലെ തന്നെ നടന്നോളും. പക്ഷേ ഇതൊക്കെ കാണുന്ന ഈ പ്രശ്നങ്ങളേക്ക് നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് തുറക്കുന്ന ഒരു വലിയൊരു ലോകമുണ്ട്. അത് നമ്മൾ ചിന്തിക്കുന്ന രീതികളായിക്കോട്ടെ, നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ കാണുന്ന കാഴ്ചപ്പാടുകളായിക്കോട്ടെ, എല്ലാത്തിനും മാറ്റമുണ്ടാവും എന്നുള്ളതാണ്. കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഇന്ന് ഈ കഴിഞ്ഞ പ്രശ്നമൊക്കെ ഇനി വന്നു കഴിഞ്ഞാൽ അത് മാറും എന്നുള്ള ഹോപ്പ് അല്ലെങ്കിൽ നമുക്കത് ഉള്ളിൽ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ എങ്ങനെ സോർട്ട് ചെയ്യണം എന്നുള്ളതിന് സൊല്യൂഷൻ പോലും നമ്മുടെ ഇടയിൽ നമ്മുടെ ഉള്ളിൽ തന്നെ അതുണ്ട് എന്നുള്ളതാണ്. ലൈഫാണ്, മുന്നോട്ട് പോകും തോറും പുതിയ പുതിയ പ്രശ്നങ്ങളായിരിക്കും നമ്മളെ തേടി എത്തുന്നത്. പക്ഷേ എല്ലാം ഇല്ലാതാക്കി നമുക്ക് മുന്നോട്ട് കടക്കാനുള്ള പവർ അപ്പോഴേക്കും നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ പ്രയോറിറ്റീസ്, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ വില കൽപ്പിച്ചിരുന്ന കുറേ വാല്യൂസ്, എല്ലാത്തിലും മാറ്റങ്ങളുണ്ടാവും. നമ്മുടെ ലൈഫിനെ കുറിച്ച് കുറച്ചുകൂടെ ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ലഭിക്കും എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ആളുകളും എടുക്കുക, നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ കൂടെയുള്ള ആളുകളും അവരുടെ ചെയ്തികളും നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളറിയാതെ തന്നെ നമ്മളെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സറൗണ്ടിങ്സ് ക്ലീൻ ആക്കേണ്ടത് നമ്മളുടെ ഗ്രോത്തിന് നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ അവർ നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, ഒരു മെൻറ്ററിനെ പോലെ ഫ്രണ്ട്സ്, ഫാമിലി, നമ്മുടെ ലൈഫിലെ അപ്പ് ആൻഡ് ഡൗൺസൊക്കെ ഫേസ് ചെയ്യാനായിട്ട് ചിലപ്പോഴെങ്കിലും അവരൊക്കെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടില്ലേ. എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ എന്നാലും ചില സമയങ്ങളിലൊക്കെ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്തൊക്കെ ചില കൈകളൊക്കെ നീട്ടിയത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൈ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ ആവാറുണ്ട്. അതുപോലെ തന്നെ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് കൊണ്ട് മൂവ് ഓൺ ആവാൻ പറ്റാതെ വിഷമിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവരെ ഫോർഗിവ് ചെയ്യുക എന്നുള്ളതാണ്. മേ ബി നമ്മളുടെ മിസ്റ്റേക്ക് കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാവാം, നമ്മൾ അത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഈ വിട്ടുകൊടുക്കൽ നമ്മുടെ ഇമോഷണൽ ബേർഡൻസൊക്കെ ഇല്ലാണ്ടാക്കും എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ റിലേഷൻഷിപ്പും നമ്മുടെ കൂടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒന്നാകണം എന്നതിന് യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ളത്. സം പീപ്പിൾ എൻറ്റർ യുവർ ലൈഫ് ഫോർ എ സീസൺ ഓർ എ റീസൺ എന്ന് പറയാം. ആൻഡ് ദാറ്റ്സ് എ റിയാലിറ്റി. ചില ആളുകൾ നമുക്ക് ഒരുപാട് നല്ല ടൈമൊക്കെ തന്നു പോകും. ചില ആളുകൾ നമ്മുടെ ഒരുപാട് നല്ല ലെസൺസൊക്കെ പഠിപ്പിക്കാനായിട്ട്, ഒരുപാട് സ്വപ്നങ്ങൾ കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലടാ റിലേഷൻഷിപ്പ് എന്നൊക്കെ മനസ്സിലാക്കിപ്പിക്കാനായിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത്. എല്ലാം ഇൻ്റർ കണക്റ്റഡാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ നടക്കുന്ന എന്ത് കാര്യം ആയിക്കോട്ടെ, അത് നല്ലതാവട്ടെ വിഷമിക്കുന്നതാവട്ടെ, എല്ലാം നമ്മളെ നല്ല നാളേക്ക് വേണ്ടി എത്തിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ളത് മാത്രമാണ് എന്നുള്ളതാണ്. മനുഷ്യൻ ഇവോൾവിങ് ആയിട്ടുള്ള ഒരു ജീവിയാണല്ലേ. അപ്പോൾ അവൻ കടന്നുപോയ വഴികളാണ് അവൻ്റെ തോട്ട് പ്രോസസ്സും അവനെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത്. പതിയെ എല്ലാം കടന്നു പോയി തന്നെ ആ ഒരു ഇവോൾവ്മെൻറ്റ് പൂർത്തിയാക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ ഞാൻ എല്ലാം അവസാനിപ്പിക്കുകയാണ്. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ.